Hello friends, welcome to channel 𝙑𝙞𝙙𝙯 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് ആക്ച്വലി പറയാൻ പോകുന്നത് നമ്മുടെ ഒരു യൂട്യൂബ് ജേർണിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇപ്പോൾ ശരിക്കും ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് 2016 2016 പക്ഷെ നമുക്ക് ആക്ച്വലി ഇടയിൽ വെച്ച് നിർത്തേണ്ട ഒന്നെന്ന് വെച്ചാൽ നമുക്ക് ടൈം കിട്ടാത്തതിൻ്റെയും വർക്കിൻ്റെ കാര്യങ്ങളിടയിലൊക്കെ ആയതുകൊണ്ടും പിന്നെ കോളേജ് ആയിരുന്നു അല്ല വർക്കിൻ്റെ ഇടയിലൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഗാഡ്ജറ്റ്സുകളുടെയും അതുപോലെ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഒരു ഷോർട്ടേജ് കാരണമാണ് അവൈലബിലിറ്റി കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ചാനൽ തുടങ്ങിയന്ന് ഗാഡ്ജറ്റ്സും അതുപോലെ ടെക് പരമായിട്ടുള്ള ചാനൽസ് അത് അഥവാ ഓട്ടോമൊബൈൽസും ഡീറ്റെയിൽസൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അൺഅവൈലബിലിറ്റി കാരണം നമ്മൾ ആക്ച്വലി നിർത്തിയത്. ശരിക്കും ആക്ച്വലി അന്ന് എനിക്ക് ശരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഈ തീമിൽ തുടങ്ങിയത് അതുകൊണ്ട് തന്നെയാണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിലായിരുന്നു തുടങ്ങിയത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ അതിൽ റീസ്റ്റാർട്ട് ചെയ്തൊരു 1.5 കൊല്ലം മുമ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ റീസ്റ്റാർട്ട് ചെയ്തൊരു ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 1.5 കൊല്ലം ജസ്റ്റ് കടന്നുണ്ടാവും തോന്നുന്നു, പാസ് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ആക്ച്വലി എനിക്ക് മോണിറ്റൈസേഷൻ ആയതിൽ എനിക്ക് 11 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പം നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ ഒരു എന്താ പറയുക 4000 വാച്ച് അവറും അതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സും വേണം. ഇപ്പോൾ പോരാത്തതിന് നമുക്കിപ്പോൾ സ്ട്രൈക്കും ഒരു കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ഒറ്റ സ്ട്രൈക്കും നമുക്ക് ചാനൽ പാടില്ല. എന്നാലും നമ്മുടെ ചാനൽ നമുക്ക് റിക്വസ്റ്റ് അയക്കാൻ തന്നെ പറ്റുള്ളൂ. ഞാൻ ഇപ്പോൾ ഒരു 1.5 കൊല്ലം മുമ്പ് പറയുകയാണെങ്കിൽ ഈ സ്ട്രൈക്കിൻ്റെ കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി അയക്കായിരുന്നു, അപ്രൂവും ആവുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ അപ്രൂവ് ആവില്ല, അപ്പോൾ തന്നെ ഡിസപ്രൂവ് ആവും. അപ്പോൾ നിങ്ങൾക്കറിയാം യൂട്യൂബ് പോളിസി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ചുകൂടി ടഫായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2022 ആക്ച്വലി ചാനൽ തുടങ്ങുന്നത് നല്ലതാണോ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പേ ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഫോളോ ചെയ്യാട്ടെ. നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പേജ് ഉണ്ട്. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ നമുക്ക് യൂട്യൂബ് കമൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 24 hour ആക്റ്റീവ് തന്നെയാണ്. അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ ബാക്കിയുള്ള വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ എടുത്ത് നോക്കിയാൽ മതി, നമ്മൾ എല്ലാ കമൻറ്റ്സിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ മെസ്സഞ്ചറിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ആമസോണിൽ നമ്മൾ സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടാകും, നമ്മുടെ ഇൻഫ്ലുവൻസർ സ്റ്റോർ. അപ്പോൾ നിങ്ങൾക്ക് സാധനങ്ങൾ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയതാണ്. ഒരു ഹോം പേജ് പോലെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഗാഡ്ജറ്റ്സുകൾ എല്ലാത്തിൻ്റെയും ഒരു ടോപ്പ് 5 കാറ്റഗറി പോലെ നമ്മൾ തുടങ്ങിയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പർച്ചേസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇനി നിങ്ങൾക്ക് പോയി സെർച്ച് ചെയ്ത് കാര്യങ്ങളൊന്നും തപ്പേണ്ട ആവശ്യമില്ല. ആമസോണിൽ പോയിട്ട് നമ്മുടെ ചാനലിൽ പേജ് ഒന്ന് കയറി നോക്കി നോക്കുക. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറി നോക്കി നോക്കുക. നമ്മൾ എല്ലാ URLസും ഡീറ്റെയിൽസും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. URLs അത് പോരാണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ URLs നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആക്ച്വലി നമ്മൾ ഇതിലേക്ക് പോവാം. നിങ്ങൾക്കറിയാമായിരിക്കും ഇപ്പോൾ ഈ ഇഷ്ടം പോലെ ചാനൽസ് ഡെയിലി വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ബൂം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആക്ച്വലി ഒരു 1.5 കൊല്ലം 1 കൊല്ലം 2 കൊല്ലമൊക്കെ മുമ്പ് അപ്പോഴാണ് ശരിക്കും ആക്ച്വലി നല്ല ബൂമായിരുന്നു. എന്ന് വെച്ചാൽ ഡെയിലി ഇപ്പോൾ ആക്ച്വലി നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരു കുറച്ച് കാലം മുമ്പ് സർവേ എടുത്ത് പറഞ്ഞാൽ അവർ ഡെയിലി ലക്ഷങ്ങളോളം എത്രയോ ലക്ഷങ്ങളൊക്കെ ഡെയിലി ചാനൽ സ്റ്റാർട്ട് ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ കുറച്ച് തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ആവുന്നുള്ളൂ, സക്സസ്ഫുൾ ആവുന്നുള്ള കാര്യങ്ങളൊക്കെ ആവുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആക്ച്വലി 2014 സ്റ്റാർട്ട് ചെയ്താണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഒരു 1.5 കൊല്ലം മുമ്പാണ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇതേ സംഭവം തന്നെ നമ്മുടെ സബ്ജക്റ്റ് മെയിൻ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ടെക് ആയതുകൊണ്ടും ഓട്ടോമൊബൈൽസ് ആയതുകൊണ്ടും അതിൽ തന്നെയാണ് നമ്മൾ ആക്ച്വലി സെയിം ചാനൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ വർക്കിൻ്റെ ഇടയിലാണ് ഞാൻ ആക്ച്വലി എപ്പോഴും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മെയിൻ വർക്കിൻ്റെ ഇടയിൽ തന്നെയാണ്. അതപ്പോൾ ടൈം കിട്ടുമ്പോൾ നമ്മൾ ആക്ച്വലി നമുക്ക് കൂടുതൽ ടൈം കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വെക്കും, ഷെഡ്യൂൾ ചെയ്ത് വെക്കും. നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്ക് യൂട്യൂബിൽ എത്ര വീഡിയോസ് വേണമെങ്കിൽ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഈ ടൈമിൽ ലൈവ് വരണം നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വേണമെങ്കിൽ വെക്കും. അങ്ങനെയൊക്കെ ഫീച്ചേഴ്സ് ഇഷ്ടംപോലെ യൂട്യൂബിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഡെയിലി അപ്പോൾ തന്നെ അന്ന് തന്നെ ഇടണമെന്നൊന്നുമില്ല. നമുക്ക് എത്ര വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബ് പോകുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ഡെയിലി ഇടാൻ പറ്റില്ല, എന്ന് വെച്ചാൽ ടൈം കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ആക്ച്വലി അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു മോണിറ്റൈസേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ തന്നെ മോണിറ്റൈസേഷൻ ആയത് 11 months കഴിഞ്ഞിട്ടാണ്. അതുവരെ നമ്മൾ ചുമ്മാ വർത്തിയിട്ടായിരുന്നു വീഡിയോസ്. ഫസ്റ്റ് ഇട്ടപ്പോൾ തന്നെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കുറവ് തന്നെയായിരുന്നു. അപ്പോൾ എനിക്കിതെല്ലാവരും ഫേസ് ചെയ്ത കാര്യങ്ങൾ തന്നെയായിരിക്കും. ഇപ്പോൾ മെയിൻ വലിയ യൂട്യൂബേഴ്സൊക്കെ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. കുറേ പേർക്ക് 6 മാസം 7 മാസം 8 മാസം കഴിഞ്ഞിട്ട് നമ്മൾ 11 മാസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ആക്ച്വലി എൻ്റെ ഒരു സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടും വാച്ച് അവറിൻ്റെ അക്കൗണ്ടും ഓൾമോസ്റ്റ് സെയിം ടൈമിലായത്. 1000 ആയതും 4000 ആയതും ഓൾമോസ്റ്റ് ഒരു 11 മാസം, ശരിക്കും ഒരു 12 മാസത്തിനടുത്ത് ഇപ്പോഴാണ് ആയത്, ജസ്റ്റിനാണ് ആയത്. ഇപ്പം നമുക്ക് ആക്ച്വലി ഒരു 4000-ന് അടുത്ത് ആവാറായിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ്. വാച്ച് അവർ ഒരു 10-30,000 വാച്ച് അവർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് കൊണ്ടത് നമ്മൾ പതുക്കെ കയറി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും
ഇനി ഗീവേഴ്സും കാര്യങ്ങളൊക്കെ വരാനുള്ള ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമുക്കറിയാം നിങ്ങൾക്ക് ഏർണിങ്സ് ഇപ്പോൾ ഭയങ്കര കുറവാണ്. യൂട്യൂബിൽ തന്നെ വ്യൂസും ഭയങ്കര കുറവാണ്. നിങ്ങൾക്കറിയാം ഒരു 20 മില്യൺ വ്യൂസുള്ള ചാനലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കഷ്ടിച്ച് ഒരു വീഡിയോന് 1 ലാഖ് വ്യൂസൊക്കെ വരുന്നത് മിനിമം അല്ല, ചിലപ്പോൾ മാക്സിമം അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നല്ല ഏർണിങ്സും നല്ല കുറവാണ് ആക്ച്വലി. അപ്പോൾ എനിക്ക് ആക്ച്വലി ഏർണിങ്സ് കിട്ടിക്കുന്നത് ഇപ്പോൾ ഒരു 3 വർഷം മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പോൾ നമുക്ക് ഇത്ര കാലമായിട്ട് 3 ഏർണിങ്സാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ ശരിക്കും ആക്ച്വലി വേണമെങ്കിൽ ഒരു ശരിക്കും ആക്ച്വലി എത്ര റേറ്റ് കറക്റ്റ് പറയാൻ പാടില്ല എന്നാണ് എന്താ യൂട്യൂബ് പോളിസി, അങ്ങനെ സംഭവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു റേഞ്ച് പറയുകയാണെങ്കിൽ ശരിക്കും നമുക്കൊരു എന്ത് പറയണം, കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫോൺ ഒരു OnePlusൻ്റെ ഫോൺ എന്ന് പറയാൻ പറ്റില്ല. OnePlusൻ്റെ ഫോൺ നമുക്ക് ആക്ച്വലി ഇതെൻ്റെ ഒരു OnePlusൻ്റെ ഫോൺ തന്നെയാണ് കേട്ടോ. നമുക്കൊരു OnePlusൻ്റെ നമുക്കിപ്പോൾ ഒരു 9R അങ്ങനത്തെ ഒരു മോഡലൊക്കെ എടുക്കാനുള്ള ഒരു റേറ്റ് എനിക്ക് കിട്ടിയത് ഈ പ്രാവശ്യം അല്ല കേട്ടോ, ടോട്ടലായിട്ട്. ഫസ്റ്റ് ആദ്യത്തെ വർഷം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു കറക്റ്റ് എമൗണ്ട് വരെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്കറിയായിരിക്കും ഒരു $100 ആയി കഴിഞ്ഞാൽ അവർ പുഷ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ആഡ്സെൻസിൽ $100 ആവണമെങ്കിൽ നമ്മുടെ വ്യൂസ് കൂടണം, അതുപോലെ തന്നെ നമുക്ക് ആഡ് റേറ്റ് കൂടണം. ആക്ച്വലി വ്യൂസ് കൂടിക്കൊണ്ട് നമ്മുടെ ഏർണിങ്സ് കൂടണമെന്നില്ല. നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ വീഡിയോസിന് അത്രയ്ക്കും എന്താ പറയുക, അതിൻ്റെ ഒരു കറക്റ്റ് വേർഡ് ഉണ്ടല്ലോ, ഞാൻ മിസ്സായിപ്പോയി. ആൾക്കാർ അതിലേക്ക് ശരിക്കും നമുക്കിപ്പോൾ ഒരു മിനിമം ഒരു ഹാഫ് എങ്കിലും കണ്ടിരുന്നാലും നമുക്ക് ആക്ച്വലി നല്ല നമുക്ക് ആഡ് റേറ്റ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര കുറവ് കിട്ടുള്ളൂ. ശരിക്കും എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നത് 6 മാസം ഒക്കെ ആയിട്ട് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്നായിരിക്കും. ഏർണിങ്സിൻ്റെ പിറകെ പോയിട്ട് ഞാൻ തുടങ്ങണ്ടെന്നാണ് പറയുള്ളൂ. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് 2022 ഇഷ്ടംപോലെ ചാനൽസ് ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർക്ക് ചോയ്സുകളുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ ടെക്കിൻ്റെ ചാനൽ പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഇറങ്ങുന്ന പ്രൊഡക്ട്സ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ തന്നെ അത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിന് പറ്റിയ ആൾക്കാരെ വേണം അത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുള്ളവർ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ ട്രാവൽ ആയാലും തന്നെ ഇഷ്ടംപോലെ എല്ലാത്തിലും ഇപ്പോൾ നല്ല കോമ്പറ്റീഷനാണ്. എല്ലാത്തിലും നിങ്ങൾക്ക് ഇപ്പോൾ മെയിൻ ആൾക്കാരുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഏർണിങ്സിൻ്റെ പുറകെ പോയിട്ട് നിങ്ങൾ തുടങ്ങാണ്ടിരിക്കുന്നത് നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾ മോസ്റ്റ്ലി ഒരു പെട്ടെന്ന് കുറച്ച് മാസങ്ങളാകുമ്പോഴേക്കും നിങ്ങൾ നിർത്തിപ്പോവും. എന്താ വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല ഡൗൺ ആണ്. നല്ല ഡൗൺ എന്ന് പറഞ്ഞാൽ വ്യൂസ് വരാനൊക്കെ നല്ല ഡൗൺ ആണ്. അതുപോലെ തന്നെ അവിടെ ആഡ് റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഏർണിങ്സിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിരാശപ്പെട്ട് അപ്പോൾ തന്നെ നിർത്തിയിട്ട് പോകും. അത് വേറെ കാര്യമാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്ത് അത് തുടങ്ങാൻ നിൽക്കണ്ട. ഇൻട്രസ്റ്റ് ഉള്ള സാധനം ഉണ്ടെങ്കിൽ തുടങ്ങാം, കുഴപ്പമില്ല. എന്താ വെച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സാധനമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ തോന്നും. നമ്മൾ ഏർണിങ്സിനെ മാത്രം നോക്കിയിട്ടില്ല ഏർണിങ്സ് ഓക്കെ, അത് മെയിൻ സംഭവം തന്നെയാണ്, ഞാൻ പറയുന്നില്ല മെയിൻ അല്ലാന്ന്. പക്ഷേ സബ്ജക്റ്റ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യില്ല, നമ്മളത് നോക്കില്ല. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻട്രസ്റ്റ് പോവും, ഓട്ടോമാറ്റിക്കലി പോവും. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഏർണിങ്സ് ഭയങ്കര കുറവായിരിക്കും. എനിക്കിപ്പോൾ തന്നെ ഇപ്പോൾ 1.5 കൊല്ലം 2 കൊല്ലം ആവാറായിട്ട് തന്നെ വലിയ ഏർണിങ്സ് ഒന്നും ഇല്ല. നമ്മൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഗീവ് ഒന്നും പ്ലാൻ ചെയ്യാത്തത്. നമുക്ക് ആക്ച്വലി നമ്മുടെ ചാനൽ വളരുമ്പോൾ നമ്മളെന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കാര്യത്തിലൊക്കെ ഇഷ്ടം പോലെ ഗീവ് പ്ലാൻ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ആക്ച്വലി പ്ലാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്തവരെ നമ്മൾ തുടങ്ങാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കമൻസും റിപ്ലൈ ചെയ്യുന്നതും നമ്മുടെ എല്ലാ വ്യൂവേഴ്സിൻ്റെയും കമൻസ് റിപ്ലൈ കൊടുക്കുന്നതും. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെയും നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മൾ ഒരു ഗീവേഴ്സൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മളെന്തായാലും ചാനൽ വലുതായി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് താങ്ങില്ല. എന്താ വെച്ചാൽ ആൾക്കാർ കുറേ ഉണ്ടല്ലോ. നമ്മളെന്തായാലും ഗീവേഴ്സ് പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൊഡക്ട്സ് വേണ്ടേ. അപ്പോൾ അതാണ് സംഭവം. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ 2022 നിങ്ങൾ ചാനൽ തുടങ്ങണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഒരു 50-50 പറയുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും നിർത്തി പോകും, ഗ്യാരണ്ടിയാണത്. എന്ന് വെച്ചാൽ നല്ല ടൈം എടുത്തിട്ടേ നമുക്ക് ആക്ച്വലി ഏർണിങ്സ് വരുന്നുള്ളൂ. മോണിറ്റൈസേഷൻ ആയത് തന്നെ ചിലപ്പോൾ വേറെ ഒരു കൊല്ലം എടുക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവരുടെ കുറേ പോളിസീസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഈ $100 ഇപ്പോൾ ഈ ഒരു ഇയറിന് മുമ്പിൽ വന്നിട്ടില്ലെങ്കിൽ ആക്ച്വലി അത് കട്ടായി പോയാൽ ഡിമോണിറ്റൈസേഷൻ ആവുക, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇപ്പോൾ നമുക്ക് ശരിക്കും വേറെ ഒരു റൂൾ ബുക്ക് എന്ന് പറഞ്ഞൊരു ഇഷ്ടം പോലെ റൂൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ ഇൻട്രസ്റ്റ് നിങ്ങൾ ആൾക്കാർ നോക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ നിർത്തി പോകും, ഗ്യാരണ്ടിയാണ് അത്. ഒരു മടിയും വേണ്ട. നിങ്ങൾ ഏർണിങ്സിൻ്റെ പിന്നാലെ നോക്കിയിട്ട് നിങ്ങൾ തുടങ്ങാനായിട്ടൊക്കെ ഞാൻ പറയുള്ളൂ. വെറുതെ ടൈം കളയണ്ട, അല്ലെങ്കിൽ നിങ്ങൾ വേറെ സാധനങ്ങൾ വാങ്ങിച്ച് കാശ് കളയും വേണ്ട. നിങ്ങൾ ഇതിന് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ, നീഷ് ആണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ കുറേ പേര് ചെയ്യുന്നതാണ്, വേറെ ആൾക്കാരുടെ വീഡിയോസ് എടുത്തിടുക, സിനിമ ക്ലിപ്സ് ഇടുക. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോട്ടാ ഫുള്ളി പിടിക്കുന്നുണ്ട്, ഫുള്ള് ഡിലീറ്റ് ആയി പോകും നിങ്ങളുടെ. പിന്നെ മോണിറ്റൈസേഷൻ ആവില്ല ചാനൽ. മോണിറ്റൈസേഷൻ ആയ ചാനൽ വരെ ചിലപ്പോൾ ഡിമോണിറ്റൈസേഷൻ പിന്നെ ഫുള്ള് കട്ടായി പോകും, ആഡ്സെൻസേ ക്ലോസ് ആയി പോകും. അതൊക്കെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ എളുപ്പപ്പണി നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ യൂട്യൂബ് നല്ല സ്ട്രിക്റ്റ് ആണ്, അതുപോലെ തന്നെ അവരെ അൽഗോരിതം ഒടുക്കത്തെ സ്ട്രിക്റ്റ് ആണ്. എന്ത് തട്ടിപ്പ് കാണിച്ചാലും അവർ പിടിക്കുന്നുണ്ട്.
പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ 2016, 2015, ഒരു 2018 വരെയൊക്കെ കുറച്ച് ആൾക്കാർക്ക് ഈസി ആയിരുന്നു. മെയിൻ ആൾക്കാരൊക്കെ നമ്മുടെ ചാനൽ വലിയ ആൾക്കാർ, വലിയ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടല്ലോ, അത് തുടങ്ങിയ സമയത്തൊക്കെ അത്യാവശ്യം ഈസി ആയിരുന്നു. ഇത്രയ്ക്ക് ഒരു സ്ട്രിക്റ്റ് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആൾക്കാർ കൂടിയതോട് തന്നെ യൂട്യൂബ് നല്ല സ്ട്രിക്റ്റായി. അതുപോലെ തന്നെ അവർ അൽഗോരിതം ഭയങ്കര സ്ട്രിക്റ്റായി. അപ്പോൾ ഇപ്പോൾ പിടിച്ചൊക്കെ അത്യാവശ്യം നല്ല എളുപ്പമാണ്. അത്യാവശ്യം നല്ല എളുപ്പമല്ല. അതാണ് സത്യം പറഞ്ഞാൽ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അത് ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ നിർത്തിപ്പോകും. അത് ഗ്യാരണ്ടി ആണെങ്കിൽ തരാം. നിങ്ങൾ എന്തായാലും നിർത്തിപ്പോകും, ഉറപ്പാണ്. അധികം ടൈമൊന്നും വേണ്ട, അപ്പോൾ തന്നെ നിങ്ങൾ നിർത്തിപ്പോകും. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിങ് ആണ്. എന്താ വെച്ചാൽ നമുക്ക് ഷൂട്ട് ചെയ്യണം, പ്രൊഡക്ട്സ് ഇല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിനൊക്കെ നല്ല ടൈം എടുക്കും. പിന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല, പിന്നെ അപ്ലോഡ് ചെയ്യാൻ നല്ല നെറ്റ്വർക്ക് വേണം. ഇപ്പോൾ പക്ഷേ എല്ലാവരും വീട്ടിലുണ്ടായിരിക്കും ഫൈബറൊക്കെ. എന്ന് വെച്ചാൽ അത്യാവശ്യം റേറ്റ് കുറവാണല്ലോ. നെറ്റ്വർക്ക് വേണം, നല്ല ലൈറ്റിംഗ് വേണം. ഞാനും ആക്ച്വലി ഫോണിൽ തന്നെ തുടങ്ങിയത്. പിന്നെ നമ്മൾ DSLR ഒക്കെ അപ്ഡേറ്റ് ചെയ്ത്. പക്ഷേ ഫോണിലായാലും നമുക്ക് നല്ല ലൈറ്റിംഗ് വേണം. അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ റൂമിൽ നല്ല ലൈറ്റുള്ള റൂമായിരിക്കണം. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്കിത് ആക്ച്വലി മൈക്ക് നല്ലത് വേണം. മൈക്ക് ഇല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ആക്ച്വലി വയർലെസ് മൈക്കൊക്കെ 1.5 കൊല്ലം കഴിഞ്ഞിട്ട് 1.5 കൊല്ലം ആയപ്പോഴേക്ക് വാങ്ങിച്ചത്. അതുവരെ നമ്മുടെ വയറുള്ള മൈക്ക് ഉണ്ടല്ലോ, അതാണ്. പക്ഷേ എൻ്റെ അത് കുറേ കംപ്ലയിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പാടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ. അത് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ വെറുതെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ടൈം കളയുന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റിൽ നീഷിൽ ഉണ്ടാക്കുക. പിന്നെ കുറേ പേര് ചെയ്യുന്ന പറയുന്നത് വെച്ചാൽ കണ്ണി കണ്ട സാധനം എല്ലാം എടുത്തിടുക. ഇപ്പോൾ ഒരു ഗെയിമിംഗ് ഇട്ടു, ഒരു ടെക് ഇട്ടു, ഒരു അൺബോക്സിങ് ഇട്ടു, ഒരു ട്രാവൽ ഇട്ടു, ഒരു കുക്കിംഗ് ഇട്ടു, ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിടുക. അത് ശരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഞാൻ ബാങ്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ ബാങ്കിങ്, അതേപോലെ ടെക്, ഓട്ടോമൊബൈൽസ് ഇതൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ BSNL ഫൈബറിൻ്റെ ചെയ്യാറുണ്ട്, ഏഷ്യാനെറ്റ് ഫൈബർ ഡീറ്റെയിൽസ് ഫുൾ ചെയ്യാറുണ്ട്, ടെക് ചെയ്യാറുണ്ട്, അതുപോലെ ബാങ്കിങ് ചെയ്യാറുണ്ട്, ഓട്ടോമൊബൈലും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോക്കിയിട്ടാണ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ കണ്ടൻസ് കിട്ടിയില്ലെങ്കിൽ ആൾക്കാർ കാണില്ല. അപ്പോൾ നിങ്ങളത് നെഗറ്റീവിൽ എഫക്റ്റ് ചെയ്യും. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് മാത്രം പോരാ കാശ് കിട്ടാൻ, വ്യൂസും അതുപോലെ അതിനനുസരിച്ച് നമ്മുടെ റിട്ടൻഷൻ വന്നാലേ നമ്മുടെ വീഡിയോസിന് ഓഡിയൻസ് റിട്ടൻഷൻ വന്നാൽ മാത്രമേ ഇത് ആക്ച്വലി ഏർണിങ്സ് കയറുള്ളൂ. അത് നല്ല സ്ലോ ആയിട്ട് കയറുക. അത്യാവശ്യം നല്ല, ഇപ്പോൾ 1000 വ്യൂസ് കിട്ടി എത്ര കാശ് കിട്ടുന്നൊന്നുമില്ല. അത് ശരിക്കും ആക്ച്വലി അങ്ങനെയൊന്നുമല്ല. അതൊക്കെ ഓരോവർക്കും ഡിഫറൻ്റ് ആയിരിക്കും. അതിൻ്റെ ശരിക്കും ആക്ച്വലി റിട്ടൻഷൻ അനുസരിച്ചാണ് നമുക്ക് പൈസ കയറുന്നത്. ആഡ് തന്നെയാണ് പൈസ വരുന്നത്. ഇപ്പോൾ പോരാത്തതിന് ഇപ്പോൾ ആഡ് നമുക്ക് എല്ലാവർക്കും സ്റ്റാർട്ടിങ് തുടങ്ങിയത് തന്നെ ആഡ് വരും. പണ്ടൊന്നും അത് ഉണ്ടാകുന്നില്ല. അപ്പോൾ അത്യാവശ്യം നല്ല പണിയുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ഞാനത് ഈ വേർഡ് റിപ്പീറ്റ് ചെയ്തത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ നിങ്ങളുടെ ടൈം കളയുന്നല്ലാണ്ട് ഒരു കാര്യമില്ല കേട്ടോ. ഞാൻ ഡീമോട്ടിവേറ്റ് ഒന്നും ചെയ്യല്ല. ഞാൻ ആക്ച്വലി നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞാണ്. ഇപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ ചാനൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് ഒരു 3.7 3.8 ആവാറായിട്ടുണ്ട്. 4K ആവാറായിട്ടുണ്ട്. അതുപോലെ ഞാൻ വാച്ച് അവറും പറഞ്ഞല്ലോ. അപ്പോൾ ടോട്ടൽ വ്യൂസൊക്കെ എനിക്കൊരു 6 to 7 lakhs ഒക്കെ ആയിട്ടുണ്ട് ടോട്ടൽ വ്യൂസൊക്കെ. എനിക്ക് കറക്റ്റ് അറിയില്ല. അത് നമ്മൾ ആക്ച്വലി അതിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് തന്നെ ടെക്, ഓട്ടോമൊബൈൽ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയായിരിക്കും. നമ്മൾ അപ്പോൾ എനിക്ക് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂസിനോടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഭയങ്കര താങ്ക്സ് ഇട്ടാണ്. അപ്പോൾ നമ്മളെന്തായാലും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂസിനും വേണ്ടി നമ്മളെന്തായാലും കുറേ സംഭവങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും നിങ്ങൾ സപ്പോർട്ട് ആക്ച്വലി വേണമെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ വലുതായാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ഷോക്കാണ്. ഷോക്കെന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല എന്ന് പറയാം, കുഴപ്പമില്ലാത്തതിന് താഴെ അത്രയ്ക്കേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ആക്ച്വലി ഇത്ര കാലമായിട്ട് നമുക്ക് ആദ്യം 3 ഏർണിങ്സാണ് വന്നിട്ടുള്ളൂ. ആക്ച്വലി എനിക്ക് വേണമെങ്കിൽ ഈ ഫോൺ വാങ്ങിക്കാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. എന്തായാലും ഞാൻ ആക്ച്വലി ഇത് എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറേ പേര് നമുക്ക് ഈ വീഡിയോ നമ്മുടെ ചാനലിൽ തുടങ്ങി കഴിഞ്ഞാൽ ഏർണിങ്സ് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എൻ്റെ പിന്നിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻസ്, അതുപോലെ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ്. ആക്ച്വലി ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം. ഈ 2022 നിങ്ങൾ ചാനൽ തുടങ്ങണോ ഉള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സംഭവങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം തന്നെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതുപോലെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ Instagram, Facebook ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.